ഒരു ഡോക്ടർ ഒരു ഓൺലൈൻ ബ്രാൻഡിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഡോക്ടർ ആക്ച്വലി ഒരു ഇൻഫ്ലുവൻസർ ആയിട്ടാണ് പോയിട്ടുണ്ട്. അങ്ങനല്ല ആവശ്യം. കാരണം രണ്ട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഒന്ന്, നമുക്ക് ആർക്കും ഞാൻ നാളെ ഇൻഫ്ലുവൻസർ ആയേക്കാമെന്ന് വിചാരിച്ച് ഇൻഫ്ലുവൻസർ ആകാൻ പറ്റില്ല. സോ അതൊരു ബൈ പ്രൊഡക്റ്റാണ്. നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നിങ്ങളുടെ ഓൺലൈനിൽ ചെയ്യുമ്പോൾ, നിങ്ങൾ റൈറ്റ് ആയിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള കണ്ടൻറ്റ് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ എത്തിച്ചേരുന്ന ഒരു സ്പേസാണ് ശരിക്കും ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത്. ഇനി രണ്ട്, ഡോക്ടേഴ്സിൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ ഡോക്ടേഴ്സ് എപ്പോഴും ഇൻഫ്ലുവൻസേഴ്സാണ്. കാരണം ഡോക്ടേഴ്സ് പറയുമ്പോൾ നമ്മൾ ആ ഒരു റെസ്പോൺസിബിലിറ്റിയോടെയാണ് അവർ പറയുന്നത് എന്നുള്ളൊരു ധാരണയോടുകൂടി തന്നെയാണ്. ഇപ്പം നമ്മളോട് എപ്പോഴും വീട്ടിൽ പറയുന്ന കാര്യമായിരിക്കും, വാമപ്പ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എക്സർസൈസ് കഴിഞ്ഞിട്ട് വേർത്ത് വന്ന് ഇമ്മീഡിയറ്റ്ലി കുളിക്കരുത്. ഇത് നമ്മുടെ അമ്മ എത്ര പ്രാവശ്യം പറഞ്ഞാലും നമ്മൾ കേൾക്കത്തില്ല. പക്ഷേ ഒരു പ്രാവശ്യം നമ്മളോട് ഡോക്ടർ പറയാം, ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് പനി ഉണ്ടാകുന്നത്, ജലദോഷം ഉണ്ടാകുന്നത്, നമ്മൾ സീരിയസ്ലി എപ്പോഴും ഡോക്ടേഴ്സ് പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടൊരു ഓഡിയൻസ് ഉണ്ട്. അതിനെപ്പോഴും അത് ഡിസർവ് ചെയ്യുന്ന ഒരു റെസ്പെക്റ്റ് കിട്ടുന്നുണ്ട്. സോ എവരി ഡോക്ടർ ഫ്രം ഡേ വൺ ഒരു ഡോക്ടർ ആകുന്ന അന്ന് തൊട്ട് ഇൻഫ്ലുവൻസർ തന്നെയാണ്.